1998 45,000 രൂപ മുടക്കി ദുബൈയിലേക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നു. അന്നൊരു ഓഫീസ് ബോയ് ആയിട്ട് പേടിച്ചിവിടെ വരുന്നു. കാരണം ആ 45,000 നഷ്ടപ്പെട്ടാൽ, ആ ജോലി നഷ്ടപ്പെട്ടാൽ കുടുംബമടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ. അന്ന് പേടിച്ചിരുന്ന പയ്യൻ ഇന്ന് ഇവിടെ, അതായത് ദുബൈയിൽ 10 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് കാണാം. അതായത് ബിഗ് സീറോയിൽ നിന്ന് മില്യണയറായ ഒരു വ്യക്തി, സീറോയിൽ നിന്ന് ഹീറോ ആയ വ്യക്തി. ഇന്ന് നമ്മളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ പാഠമാക്കാൻ പറ്റുന്നൊരു കാര്യം. കാണണ്ടേ ആ ഹീറോയെ? ഹിലർ അബ്ദുള്ള. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒന്ന് പറയോ? സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഇന്നത്തെ പഴയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സ്റ്റോറി ആക്കണമെന്ന് കുറേ നാളായിട്ട് അവർ ആഗ്രഹിക്കാം. അപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജിൻഷ മാം പറഞ്ഞത് ശരിയാണ്. 1998 ഒരു എന്താ പറയുക, ഒരു പയ്യനായിരുന്നു ഞാൻ അന്ന്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച്, ഉപ്പാൻ്റെ കഷ്ടപ്പാടും വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ട് ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും നമ്മളൊരു കര കയറണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ദുബൈയിൽ വന്നത്. അപ്പോൾ 1998 ഞാൻ ഇവിടെ വരികയാണ് ആദ്യമായിട്ട്. അന്നൊന്നും ഇതുപോലെ ഈസി ആയിരുന്നില്ല ഇവിടേക്ക് വരാൻ വേണ്ടി. പക്ഷേ എനിക്ക് UAE വരണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായൊരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വന്ന് അഡ്നോക്കിൽ ഞാൻ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് അറബിക് പഠിച്ചതുകൊണ്ട് അവിടെ അറബി സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് തന്നെ, അവിടെ അറബികളുടെ ഇടയിലൊക്കെ ഞാൻ ഭയങ്കര ഫേമസ് ആയി. ഒരു ചെറിയ മെലിഞ്ഞൊരു പയ്യൻ ഫുൾ അറബ് സംസാരിക്കും, അച്ചടി ഭാഷ സംസാരിക്കുകയാണ്. ഞാൻ പഠിച്ച അറബി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ടായി. വിത്തിൻ 2 years ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് ഒരു ലോയറിൻ്റെ ഓഫീസിലേക്ക് മാറി. ആ ലോയറിൻ്റെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അറബല്ലാതെ വേറെ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഈജിപ്ഷ്യൻ ലോയേഴ്സും അവർ അറബ് മാത്രം സംസാരിക്കുള്ളൂ. അവരിൻ്റെ ഇടയിൽ നിന്ന് ഓരോ വാക്കുകളും, നമ്മൾ വാച്ച് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, ഇതൊന്നും അവർ അറബിയിൽ പറയില്ല. വാച്ച്, അൽസാ, അൽഹാസ്ബ, ഇങ്ങനെയുള്ള വേർഡുകൾ അവർ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് അറബ് പഠിച്ച് ഒരു 4-5 വർഷത്തോളം അവിടുന്ന് ഞാൻ അറബ് നല്ല കൊളോക്കിൽ ശരിക്കും സംസാരിക്കാൻ പഠിച്ചിട്ടാണ് ഞാൻ ദുബൈയിലേക്ക് വരുന്നത്. ദുബൈയിലൊരു കോർപ്പറേറ്റ് വലിയൊരു കമ്പനിയിൽ PRO ആയിട്ട് ജോലി ചെയ്തു. 2-3 വർഷം ജോലി ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് അന്ന് എന്നാണോ ഞാൻ നാട്ടിൽ നിന്ന് കയറുന്നത് അന്ന് മുതലുള്ള ചിന്തയാണ്, എങ്ങനെയെങ്കിലും ഒരാളുടെ കീഴിലില്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം അബുദാബി ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് സഫലമാവുന്നത് എനിക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ പറഞ്ഞു, ഐ വിൽ ഇൻവെസ്റ്റ് മണി ഫോർ യു സ്റ്റാർട്ട് യുവർ ബിസിനസ്. അന്ന് സ്റ്റാർട്ട് ചെയ്തു 2014. ഇപ്പം ഇന്ന് ഏകദേശം 11 വർഷമായി. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സുഹൃത്തുക്കളും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ എംപ്ലോയീസും എൻ്റെ ക്ലയൻസും, ഇവരാണ് എൻ്റെ ശക്തി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒരു സന്തോഷമുണ്ടായ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ റീഫ് മോളിലേക്ക് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസും ഒരു പാർട്ട് കോർപ്പറേറ്റ് ഓഫീസ്, ഒരു പാർട്ട് ബിസിനസ് സെൻ്ററുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 1 വർഷമായി ഞാനും എൻ്റെ പാർട്ണർ മുഹമ്മദ് അർഫാത്ത് ഇതിൻ്റെ പുറകിൽ നടക്കാൻ തുടങ്ങി. അത് ഇന്നലെ ഷെയ്ഖ് അബ്ദുൽ ഹക്കീം അൽ മക്തൂം പിന്നെ ഷെയ്ഖ് അമ്മാർ അൽ ഖാസ്മിയും ചേർന്ന് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ചെറിയൊരു വിജയമല്ല. ഞാനും എൻ്റെ ബിസിനസ് പാർട്ണർ മുഹമ്മദ് അർഫാത്തും ഞങ്ങളുടെ ഒരു എംപ്ലോയീസ് സംഘവും നയിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് അതൊരു ഇന്നലെ ഒരു വൻ വിജയമായി ഒരു സംഭവം മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനം ഇതിൽ നിന്നുണ്ടാവണമെങ്കിൽ ഐ എം സോ ഹാപ്പി. ഹിലറിക്ക് ഈ പറഞ്ഞ സ്റ്റോറിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇൻസ്പയർഡായ ഒരു കഥ, ഒരു സ്റ്റോറി ഉണ്ട് ഇതിനിടയ്ക്ക്. ആ ഒരു ഭാഗം മിസ് ചെയ്യും. ഏതായാലും ഹിലറിക്ക് പോലും ഓർക്കുന്നുണ്ടാവില്ല. ഒരു കാലത്ത് ഉംറയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ 25 റിയാൽ, സൗദി റിയാൽ എടുക്കാൻ കയ്യിൽ കാശില്ലാതിരുന്നു. അത് ലാഭിക്കാൻ ശ്രമിച്ച ഒരു ഹിലർ അബ്ദുള്ളയെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കഥ കൂടി ഒന്ന് പറയണം. കാരണം സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴും സീറോ ആയി നിൽക്കുന്ന ഒരുപാട് പേര് വീഡിയോ കാണും. ആ സീറോയിൽ നിന്ന് ഹീറോ ആവാൻ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒരിക്കലും സക്സസ് ആവില്ല. പക്ഷെ ആ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ സക്സസ് ആകാം എന്നുള്ളത് ഹിലർ അബ്ദുള്ള തെളിയിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും പ്രചോദനമാക്കാം. അതുപോലെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ധൈര്യവും ആശയവും അതുപോലെ തന്നെ തുടങ്ങാനുള്ള സമ്പാദ്യവും മാത്രം മതി. ബാക്കി മുഴുവൻ പ്രൊസീഡ് ചെയ്ത് തരും. അതാണ് ആ ഒരു ലെവലിലേക്ക് ഹിലറിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി എനിക്കൊന്ന് പറഞ്ഞു തരണം. അത് എൻ്റെ ഫോളോവേഴ്സിനും കേൾക്കണം. ആക്ച്വലി അതൊരു അനുഭവമാണ്. ഇപ്പോൾ എൻ്റെ മോൾക്ക് ഒരു 3 വയസ്സുള്ള സമയത്ത് ഞാനും വൈഫും മോളും കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ ഉംറയ്ക്ക് പോയി. അന്ന് ബസ്സിലാണ് പോകുന്നത്. 3 പേർക്ക് 1,000 ദിറംസ് വെച്ചിട്ട്. അപ്പോൾ അവിടുന്ന് എല്ലാവരും അവിടുന്ന് പോയി സംസം വെള്ളം കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഞാനും സംസം വെള്ളം വാങ്ങിക്കാൻ വേണ്ടി 2 ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ 50 ദിറംസാണ് സംസം വെള്ളത്തിന്. അപ്പോൾ എന്തിനും 50 ദിറംസ് നമ്മൾ ചിലവാക്കണം എന്ന് പറഞ്ഞിട്ട് 2 ബോട്ടിൽ 5 ദിറംസിന് വാങ്ങിച്ചു. എന്നിട്ട് വെള്ളം എടുത്തിട്ട് അവിടുന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളം എടുക്കാൻ പോയി നോക്കുമ്പോൾ അത് ഹറം പള്ളിൻ്റെ അങ്ങേ അറ്റത്താണ്. അവിടെ പോയി അവിടെ ഒരുപാട് നേരം ക്യൂ നിന്ന് ആ വെള്ളം പിടിച്ചിട്ട് ഏറ്റിക്കൊണ്ട് വരികയാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ടു സത്യത്തിൽ 50 ദിറംസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്.
അത് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു സൗദി നാഷണൽ വീൽ ചെയർ റെൻറ്റ് ചെയ്യുന്ന ഒരു സൗദി നാഷണൽ ആളുകളെ ഓരോ സ്ഥലത്തേക്ക് പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവിടും. അപ്പോൾ ഒരു ലേഡി, ഒരു ആഫ്രിക്കൻ വനിത, അവർക്ക് നിവർന്ന് നടക്കാൻ കഴിയും, ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം അവർ. എന്നിട്ട് ഈ സ്ത്രീനെ വിളിക്കണം, മുഹമ്മദ് തആൽ വദ്ദീനിൽ ഫുന്ദൂഖ്, അതായത് എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ പൈസ തരൂല, അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ പൈസ തരാം. പക്ഷേ ഇയാൾ ചോദിക്കുന്നത് 50 രൂപ, 50 ദിർഹമാണ്, ഇവരത്തുള്ള 10 ദിർഹമാണ്. അങ്ങനെ ഞാൻ രണ്ടുപേരെയും വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ഹോട്ടലിൽ പോകണം, പക്ഷേ അവരെനിക്ക് 50 റിയാൽ തരണം, അവർക്ക് 10 റിയാലുള്ളൂ. നോ പ്രോബ്ലം, ഞാൻ പൈസ നീ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ അയാൾ, ഞാൻ ഇന്ത്യക്കാരൻ പൈസ തരുമെന്ന് വെച്ചു. പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ 50 റിയാൽ എടുത്തു കൊടുത്തു. ആ സ്ത്രീ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ആ അറബി ഹറമിൽ നോക്കി ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. അള്ളാഹ് ആത്തിക് അജ്റൻ, നിങ്ങൾക്ക് അള്ളാഹു ഇതിനുള്ള പ്രതിഫലം തരുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി, ഇതിലേക്ക് നോക്കി, ഹറമിലേക്ക് നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുള്ളത്. അതിനോട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ജിൻഷാ മാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബിസിനസ് ആശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ദുബായ് എന്ന നഗരം നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ കണ്ണീർ മാറ്റിമറിച്ച, അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച, നമ്മൾ കാണുന്ന ഈ പല മലയാളികളും, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളും അവരുടെ ജീവിത ശൈലിയും എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ച ഒരു നഗരമാണ് ഈ ദുബായ്. ഈ ഒരു നാടിൻ്റെ ഭരണാധികാരിയായ ഷെയ്ഖ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനോടും ദുബൈയുടെ ഭരണാധികാരിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനോടും നമ്മൾക്ക് തീരാത്ത നന്ദി നിങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഞങ്ങളെ സ്വീകരിച്ചതിൽ. ഞങ്ങൾക്ക് ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതിലും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കും നമ്മളെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സുകാരനെ പോലെ ബിസിനസ്സുകാരനായി മാറാം. കുറച്ച് നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ വേണം, അത്ര കഷ്ടപ്പെടാനുള്ള മനസ്സും ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പലപ്പോഴും ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാറുണ്ട്, മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരാളുടെ സ്റ്റോറി ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റോറി നിങ്ങൾ ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഹിലറിക്കയുടെ വീഡിയോ ഇട്ടത്. കാരണം ജീവിതത്തിൽ സീറോ ആയിട്ട് നിൽക്കുന്ന പലരുണ്ട്. മുന്നോട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഡെഡ് ലൈനാണ് ഇതെന്ന് പറഞ്ഞ് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പ്രാരാബ്ധ നാട്ടിലുള്ളവരുണ്ടാവും. നിങ്ങൾക്കും കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഒരു സക്സസ് ഉണ്ട്. ലൈഫിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത്, അതായത് 45,000 പോയാൽ ജീവിതം മുഴുവൻ അല്ല ഫാമിലി ഫുള്ള് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടുത്തെ മില്യണയർ ആയത്. അതുപോലെ നിങ്ങൾക്കും, നിങ്ങൾ എന്തായാലും ആ സാഹചര്യത്തിലായിരിക്കില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.